ഹായ് ഫ്രണ്ട്സ്, അൽത്തു കാസർഗോഡാണ്. അപ്പം ഇന്ന് കുറെ കണ്ടന്റ് ഇങ്ങനെ കിട്ടാണ്ടിരുന്ന പോലെ നമ്മളെ ഷാഫി പറമ്പിലിനെ കുറിച്ച് സംസാരിച്ചാലോ. അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിക്കാനുള്ള കാരണം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ ഷാഫി പറമ്പിലിന്റെ ഒരു വീഡിയോസ് കാണാനിടയായി. അതിന്റെ താഴെ വന്ന കുറെ കമന്റുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതില് ചില കമന്റുകൾ ഞാൻ പറയാം. ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ടില്ല, ജീവനയോട് ഉണ്ട്. അതാണ് നമ്മുടെ ഷാഫി പറമ്പിൽ. അപ്പോൾ അതുപോലത്തെ കുറെ കമന്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേരള ജനങ്ങളും അതുപോലെ തന്നെ ഷാഫി പറമ്പിലെ വടകരയിലുള്ള മുത്തുമണികളും എല്ലാവരും നമ്മുടെ ഷാഫി പറമ്പിൽ രണ്ട് കൈയും കൊടുത്ത് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ എന്താണ്, അതായത് നമുക്കറിയൊക്കെ അറിയാം, നമ്മളെ നാട്ടിൽ കുറെ MLA മാരുണ്ട്, അതുപോലെ തന്നെ MP മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ആർക്കും ഇല്ലാത്ത ഒരു ബന്ധം നമ്മളെ ഷാഫി പറമ്പില് എങ്ങനെ ഒറ്റയ്ക്ക് നേടിയെടുത്തു എന്നതിന് ഉദാഹരണം നമ്മൾ പറയുമ്പോൾ, കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഷാഫി പറമ്പിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതായത് ഒരു ദിവസം മുഴുവൻ നമ്മുടെ ഷാഫി പറമ്പില് മറ്റേ വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി, അതായത് ഇപ്പൊ ഉദാഹരണം ഞാൻ കാസർഗോഡുകാരനായതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. കാസർഗോഡിൽ കുമ്പള, ഉപ്പള, മഞ്ചേശ്വരം ഇങ്ങനെ പറയുന്ന കുറെ മണ്ഡലങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വടകരയിൽ അതുപോലത്തെ എല്ലാ സ്ഥലത്തേക്കും നമ്മളെ ഷാഫി പറമ്പിൽ പോവുകയാണ്. അവിടെയുള്ള അച്ഛനമ്മമാർ അതുപോലെ തന്നെ അവിടെ പാവങ്ങൾ എല്ലാവരോടും നമ്മുടെ ഷാഫി പറമ്പിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തുണ്ടെങ്കിൽ എന്നോട് എഴുതി തരൂ. അങ്ങനെയൊക്കെ ചോദിച്ച് അവരോടൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചും അവരുടെ സങ്കടങ്ങൾ കേട്ടും ഒക്കെ നമ്മുടെ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഒരു ദിവസം എല്ലാ സ്ഥലത്തേക്കും പോയി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം പറയാണ്ട്, ഇപ്പൊ ഷാഫി പറമ്പിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അതിൽ കുറെ ഷാഫി പറമ്പിൽ കുറെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടാവും, അതായത് കടങ്ങളുണ്ട്, വീടില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ഷാഫി പറമ്പിൽ നേടിക്കൊടുക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാണ്ട്, ഷാഫി പറമ്പിൽ എല്ലാം പറ്റുന്നുണ്ടെങ്കിലും ചിലതെങ്കിലും നമ്മുടെ ഷാഫി പറമ്പിൽ ട്രൈ ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ അതായത് എത്ര MLA മാർ, എത്ര MP മാരുണ്ട്, ആരോരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. നോക്കുക, ഉദാഹരണത്തിന് ഞാൻ പറയാം, എന്റെ നാട്ടിലെ ഇപ്പോൾ MP ആയിട്ടുള്ളത് നമ്മളെ രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പോൾ ആദ്യം ഉണ്ണിത്താൻ ഞാൻ താഴ്ത്തി പറയുന്നത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരിക്കലും ഞാൻ അതായത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന, വോട്ടിന്റെ സമയത്ത് മാത്രമാണ് നമ്മുടെ ഉണ്ണിത്താൻ സാർ വന്ന് വോട്ടിടണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു എക്സാമ്പിൾ വെച്ചത് നമ്മുടെ ഷാഫി പറമ്പിൽ നോക്കുക. അപ്പൊ എന്തില്ലെങ്കിലും വന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം. ഇങ്ങനെയൊക്കെ നമ്മുടെ ഷാഫി പറമ്പില് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പത്തനംതിട്ടക്കാർ നമ്മുടെ ഷാഫി പറമ്പിലിനെ അവിടുത്തെ MLA ആക്കിയതും. അതിനുശേഷം വടകരയിലേക്ക് നമ്മുടെ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ രണ്ട് കൈയും നീട്ടി അവരൊക്കെ കരയുന്നടക്കം, ഓരോ അമ്മമാർ കരയുന്നടക്കം വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം നമ്മുടെ ഷാഫി പറമ്പിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരൊറ്റ തെളിവാണത്. അതിനുശേഷം നമ്മുടെ ഷാഫി പറമ്പിൽ വടകരയിൽ വന്ന് നല്ല രീതിയിൽ എങ്ങനെയാണോ ഞാൻ പത്തനംതിട്ടയിൽ എങ്ങനെയാണോ ഞാൻ പാലക്കാട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്, അതുപോലെ തന്നെ അതിനെ തുടർന്ന ഒരു കാഴ്ചയാണ് നമ്മളും കാണുന്നത്. നോക്കുക, എന്തിനു വേണം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ സമയത്ത് ഷാഫി പറമ്പിൽ അതായത് നമുക്കറിയാം, നമുക്ക് എത്ര MLA മാർ, MP മാർ, ആരും കാണിക്കാട് ഷാഫി പറമ്പിൽ എന്തായാലും ഒരു വലിയ നേതാവല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇപ്പത്തെ നേതാക്കൾ ആരെങ്കിലും ഒരു മണ്ണ് വാരുന്നുണ്ടോ? അതായത് വെറും നല്ല പാന്റും ഷർട്ടും ഇങ്ങനെയൊക്കെ ഇട്ട് മുണ്ടൊക്കെ എടുത്ത് വരും, ജസ്റ്റ് നോക്കും, അതിനുശേഷം ഒറ്റക്കാറിൽ പോകും. അപ്പോൾ നമ്മുടെ ഷാഫി പറമ്പില് വയനാട്ടിലൊക്കെ എത്രയാണ് കഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഷാഫി പറമ്പിലിനോട് ഒരു എന്താ പറയാൻ വാക്കുകളില്ലാത്ത റെസ്പെക്ട് തോന്നുകയാണ്. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ഷാഫി പറമ്പിലിനെ വടകരക്കാർ വിജയിപ്പിച്ച് വിടുകയാണ്. അതിനുശേഷം വടകരക്കാർക്ക് വേണ്ടി നമ്മുടെ ഷാഫി പറമ്പിൽ പാർലമെന്റിൽ പോയി കേസ് അവതരിപ്പിക്കുകയാണ്. അതായത് ഷാഫി പറമ്പിൽ നല്ലോണം അറിയാം, വടകരയിലുള്ള 70% ആൾക്കാരും വിദേശികളാണ്, അതായത് പ്രവാസികളാണ്. അപ്പോൾ ആദ്യം തന്നെ വടകരക്കാർക്ക് വേണ്ടി നമ്മുടെ ഷാഫി പറമ്പിൽ പാർലമെന്റിൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അവിടുത്തെ വിമാന കമ്പനികൾ, അതായത് നിങ്ങൾക്കൊക്കെ അറിയാം, ഈ പെരുന്നാളിന്റെ സമയത്ത്, ഓണത്തിന്റെ സമയത്ത്, ഈ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ഇവിടെ ടിക്കറ്റിന് വൻ വർധനവാണ്. അതായത് വിമാന കമ്പനികൾക്കറിയാം, ഇന്ത്യക്കാർ, അതായത് നമ്മുടെ ഇന്ത്യക്കാർ ഞാൻ മൊത്തത്തിൽ പറയാം, ഇന്ത്യക്കാർ ഏറ്റവും അധികം ടിക്കറ്റ് എടുക്കുന്നത് ഒന്നെങ്കിൽ പെരുന്നാളിന്, ഇല്ലെങ്കിൽ ഓണം കേരളത്തിൽ മാത്രം, അഥവാ ദീപാവലി, അതുപോലെ തന്നെ ക്രിസ്മസ് സമയത്താണ്. അപ്പോൾ വിമാന കമ്പനികൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിലവിൽ ഞാനുള്ളത് സൗദി അറേബ്യയിലാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ നിലവിലുള്ളത് ഒരു 700 റിയാലാണ്, അതായത് നാട്ടിലത്തെ ഒരു 14,000 15,000. അപ്പോൾ നമുക്ക് ആ ഒരു സീസൺ സമയത്ത് ഇവർ മേടിക്കുന്നതെന്ന് പറയും 30, 40, 50, 1 ലക്ഷം വരെ നീണ്ടാറുണ്ട്.
അതാണ് നമ്മളെ ഷാഫി പറമ്പിൽ അവിടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇത് എന്താണ് സർ, നിങ്ങൾ ഇതിനെ കാണുന്നില്ലേ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നത്? അപ്പൊ നോക്കുക, അവർക്ക് വേണ്ടി, അതായത് അതിനുശേഷം പറയുന്നുണ്ട് നമ്മൾ ഷാഫി പറമ്പിൽ പാർലമെന്റിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ, അതായത് പെരുന്നാളിന്റെ സമയത്തും ദീപാവലി സമയത്തും ക്രിസ്മസ് സമയത്തും ഈ വിമാന കമ്പനികൾ ഡബിളായി ടിക്കറ്റ് എടുക്കുന്നതിനെ പറ്റി എങ്ങനെയെങ്കിലും നിങ്ങൾ സംസാരിച്ച് കുറക്കണമെന്ന് ഷാഫി പറമ്പിൽ വടകരക്കാർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള നേതാക്കളാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഒരു പാർട്ടിയുടെ ഒന്നും ഉദ്ദേശിച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസ്സുകാരനാണ്, ഷാഫി പറമ്പിലും കോൺഗ്രസ്സുകാരനാണ്, ഉണ്ണിത്താൻ എന്തുകൊണ്ട് ഞാൻ താഴ്ത്തി പറഞ്ഞ്. അപ്പോൾ എനിക്കിതിലൊരു പാർട്ടി ലക്ഷ്യമില്ല. ഇത് നമ്മൾ പറയുന്നത് ഇതുപോലെ ഇപ്പോൾ BJP-ക്കാരായാലും CPM-കാരായാലും കോൺഗ്രസ്സുകാരായാലും ആരായാലും വിജയിച്ചാൽ ഇങ്ങനെ പ്രവർത്തിക്കണം, നമ്മളെ ഷാഫി പറമ്പിലിനെ പോലെ പ്രവർത്തിക്കണം. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇനി വരുന്ന ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ അത് BJP ആണ്, അത് കോൺഗ്രസ് ആണ്, CPM ആണ്, ഇങ്ങനെ ഒന്നും നോക്കാതെ അയാൾ എങ്ങനെയാണ്, അതായത് BJP ആയാലും CPM ആയാലും UDF ആയാലും ആ നിൽക്കുന്ന കാൻഡിഡേറ്റ് അവൻ എങ്ങനെയാണ്, അയാൾ നമ്മളെ അയാൾ എങ്ങനെ നമ്മളുടെ അതായത് ഈ വിരഹം അതുപോലെ തന്നെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്ന ആളാണോ, അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വിജയിപ്പിച്ച് വിടുക. വെറുതെ ഞാൻ 10 വർഷം UDF നോട്ടിട്ടു, ഞാൻ BJP വോട്ടിട്ടു, ഞാൻ LDF എന്നെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട്, ആ ഒരു ചിന്ത നമ്മൾ മാറ്റണം. നമ്മുടെ നാടിനെ ആരാണ് മികച്ച രീതിയിൽ ഷാഫി പറമ്പിലിനെ പോലെ കൊണ്ടുപോകുന്നത്, അതുപോലത്തെ ആൾക്കാരെയാണ് നമ്മൾ സ്വാഭാവികമായി വിജയിപ്പിച്ച് വിടേണ്ടത്. ഫ്രണ്ട്സ്, ഓക്കെ, ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.